അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിന്റെ ഒരു പകുതി ഭാഗം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 സവാളയുടെ തൊലി ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എത്ര മുട്ട വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പൊ സവാളത്തൊലി ഇട്ട് കൊടുത്താൽ എന്തിനാന്ന് വെച്ചാല് മുട്ട ഇപ്പൊ നമുക്ക് കിട്ടുന്ന മുട്ട പെട്ടെന്ന് നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ചില മുട്ടകളൊന്നും നല്ലോണം തോട് പൊളിഞ്ഞു കിട്ടില്ല. ഇങ്ങനെ സവാളത്തൊലി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോട് പൊളിച്ചെടുക്കാൻ പറ്റും. അതിനാണ് സവാളത്തൊലി ചേർത്ത് കൊടുത്തത്. മാത്രമല്ല പുഴുങ്ങി വരുന്ന സമയത്ത് നല്ലൊരു കളറും കിട്ടും മുട്ടയ്ക്ക്, ആ മുട്ടയുടെ പുറം തോടിന്. ഫ്ലെയിം ഇനി മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. വെള്ളമൊക്കെ തിളച്ച് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പൊ മുട്ട വേവിക്കാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ആയി. മുട്ടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ല നാടൻ മുട്ട പോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി മുട്ട നമുക്ക് പച്ചവെള്ളത്തിലിട്ടിട്ട് അതിന്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത മുട്ട സാധാരണ പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് മുട്ട ഒന്ന് പൊളിച്ചെടുക്കാം. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് മുട്ട പൊടിഞ്ഞു പോവാതെ പൊളിച്ചെടുക്കാൻ പറ്റും. ബാക്കി എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ പൊളിച്ചെടുക്കാം. അപ്പൊ 6 മുട്ടയും തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഒട്ടും പൊട്ടിപ്പോവാതെ പെർഫെക്റ്റ് ആയിട്ട് മുട്ടയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ എടുത്താലും മതി. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ കുരു ഒന്ന് ചതച്ചെടുക്കുക. 3 ഏലക്കയുടെ കുരു ചതച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചെടുത്തതാണ്. മുഴുവനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ചതച്ചാണ് ഉള്ളതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 ഉലുവ, ഒരു 7 or 8 ഉലുവ ചേർത്താൽ മതി, കൂടി പോവരുത്. ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇത് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും. ഉലുവ എടുക്കുന്ന സമയത്ത് കൂടി പോവരുത്. ചിലർ ഉലുവ ചേർക്കാറില്ല. ഇവിടങ്ങളിലെല്ലാം ഉലുവ ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ഉലുവ വേണ്ടാത്തവർക്ക് ഉലുവ ഒഴിവാക്കാം. കൂടി പോവരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പരസം ഉണ്ടാവും. ഇത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൂത്ത് ഒരു നല്ലൊരു മണം വരും. മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പം സവാള കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നീളത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ സവാള വഴന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, വേണം നിർബന്ധമൊന്നുമില്ല. പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇതൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ നിറം ആവുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ വഴന്ന് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇപ്പം ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചതച്ച് ചേർക്കുകയോ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർക്കുകയോ ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി അല്ലികളാണ് എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം എടുത്താൽ മതിയാവും. ഇതും കൂടി ചേർത്തിട്ട് പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിൽ കുരുമുളക് പൊടി ചേർക്കുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ മുളക് പൊടി എടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയല്ല, അതിന് പകരമായിട്ട് ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല പൊടിയോ അല്ലെങ്കിൽ മീറ്റ് മസാല ഏതെങ്കിലും ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ചിക്കൻ മസാല പൊടിയോ അല്ലെങ്കിൽ മീറ്റ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പൊടിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് പൊടികളുടെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയെല്ലാം ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തിളച്ചൊന്ന് കുറുകി വരണം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവായത് കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇത് കുറുകി വരണം. ഈ ഒരു സമയം എരിവൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് വറ്റി വരട്ടെ. 2 മിനിറ്റ് തിളപ്പിച്ചപ്പോൾ തന്നെ ഒന്ന് കുറുകി റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാം സവാളൊക്കെ നല്ല സോഫ്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി എടുക്കാം. കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കണം നിർബന്ധമില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പുഴുങ്ങിയെടുത്ത മുട്ടയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പുഴുങ്ങിയെടുത്ത മുട്ട അതിൻ്റെ ഉള്ളിൽ ഗ്രേവിയൊക്കെ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവി എല്ലാം ഇതിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം വയ്ക്കുക. എന്നിട്ട് മൂടി വെച്ച് വീണ്ടും 1-2 മിനിറ്റ് ഈ മുട്ടയിൽ ഗ്രേവിയൊക്കെ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റായി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കുന്ന മുട്ടക്കറിക്ക്. മുട്ടയിലെല്ലാം മസാല പിടിച്ചിട്ടുണ്ട്. ഇത്രയും മതി. ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില വേണോ നിർബന്ധമൊന്നുമില്ല. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റും കാണാനും ഒരു ഭംഗിയായിരിക്കും. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ട പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലൊരു മുട്ടക്കറി തയ്യാറാക്കി നോക്കുക. എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ട പൊടിഞ്ഞു പോകാതെ മുട്ടയിൽ നിന്ന് മുട്ടത്തോട് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് സവാള തൊലി ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുക. പെട്ടെന്ന് തന്നെ മുട്ടത്തോട് ഇളകി കിട്ടും. എന്തായാലും ഇതുപോലൊരു മുട്ടക്കറി തയ്യാറാക്കി നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്